തേക്കിൻ കാർഡും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന തേക്കിൻ കാർഡ് കാർണിവൽ 2021 നവംബർ 2 ദുബായ് എത്തിസലാത്ത് അക്കാദമി. ആഹാ, അമ്മാവൻ വന്നോ? അപ്പൊ വരണ്ടേ? എന്നാ ഞാൻ പോയേക്കാം. അയ്യോ, അമ്മാവൻ പോവില്ലേ? ഞാൻ സന്തോഷം കൊണ്ട് ചോദിച്ചല്ലേ അമ്മാവൻ വന്നോന്ന്. അതാണ് എന്റെ അമ്മാവൻ അറിയാലോ, എനിക്കാണ് ചോദിക്കാനും പറയാനും ആരുമില്ല. ചോദിക്കാൻ ഞാനുണ്ട്, നീ എന്തെങ്കിലും പറഞ്ഞാൽ പോരെ കേട്ട്. അതിനിപ്പോ വേറെ ആൾക്കാരെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അമ്മാവ ആറ്റ് നോറ്റിരുന്ന ഒരു വീട് കിട്ടിയതാ എനിക്ക്. എന്റെ മക്കളെ, നീ എന്ത് പറയാൻ? ആറ്റി നോക്കിയിരുന്ന എങ്ങനെ വീട് കിട്ടുമെന്നാ നീ പറയണത്? അല്ല, ഇപ്പൊ ഈ കൗണ്ടർ അടിച്ച് ചിരിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ പോയാണ് നിന്റെ ഒരു കാര്യം. അമ്മാവ നിക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഒരു 3 സെന്റ് സ്ഥലം പഞ്ചായത്തിൽ നിന്ന് കിട്ടി. അതിന്റെ കല്ലിടുന്ന മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 10:10 എനിക്ക് ചെവിയൊക്കെ ഒരു 10 പറഞ്ഞാ മതി. അതാണോ പറഞ്ഞത്? 10 മണി കഴിഞ്ഞ് 10 മിനിറ്റിനകമാണ് തറ കല്ലിടുന്നത്. ഈ തറയെന്ന് വിളിച്ച നീ എന്നെ അല്ലേ ഇടുന്നു? എന്റെ അമ്മാവ തറക്കല്ലിടുന്ന കാര്യമല്ലോ ഞാൻ പറഞ്ഞത്. എന്റെ ഭർത്താവ് എന്നെ ഇട്ടേച്ച് പോയ വിവരമൊക്കെ അറിയാലോ. അങ്ങേര് ഇങ്ങോട്ട് വരത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. എന്തായാലും അമ്മാവൻ എനിക്കത് തറക്കല്ലിട്ട് തരണം. അമ്മാവൻ അതിനല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, ആ കല്ലങ്ങാനും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൈവിട്ട് ഞാൻ. നീ ഇവിടെ കിടന്നിട്ട് സിനിമാറ്റിക് ഡാൻസ് കളിക്കല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കും. ആടി സൂണൻ ചേട്ടനാ? സൂണനാ? എന്തിനാ ഇപ്പൊ വന്നത്? അല്ല, ഇവിടെ ഒരു ചടങ്ങ് നടക്കുവാണോ? ആ ചടങ്ങ് നടക്കുക. ഞാൻ നിന്റെ ആരാ? എന്റെ പിള്ളേരാ. എന്താ ആണല്ലോ. ആ, അപ്പൊ ഞാൻ അറിയണ്ടേ ഇത്? എന്തിനറിയണം? അല്ല ഞാൻ ഞങ്ങളെ കല്യാണം അങ്ങനെയല്ല. ഈ കല്ലിടുന്ന ഒരു ചടങ്ങ് നടക്കുമ്പോ ഞാൻ അറിയണ്ടേ ഇത്? അയ്യോ, ഞാനും എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇപ്പൊ എവിടുന്നോ ഒരു കടപ്പാടം ഞങ്ങൾക്ക് കിട്ടിയെന്ന് അറിയപ്പോഴത്തേക്ക് അങ്ങനെ വന്നേക്കുന്നത് അതിന്റെ പങ്ക്. ഇങ്ങനെ പണ്ടേ ഇങ്ങനെ എന്നെ ഒന്നും പറയാൻ അനുവദിക്കത്തില്ല അമ്മാവ. അതെന്റെ സംഭവമാണ്. അമ്മാവന്റെ ക്ഷമിക്കമ്മാവ, സാഷ്ടാംഗ കല്ല് ഞാനിട്ടോളാം. ഞാൻ കല്ലിട്ടു. ഒരു നല്ല ചടങ്ങ് നടക്കുന്ന സമയത്ത് നീ മദ്യപിച്ചിട്ടില്ല ഇവിടെ നിൽക്കുന്നത്? ഒരെണ്ണം അടിക്കും. അത് വേറെ ഒറ്റൊരെണ്ണം അല്ല, ഞാൻ ഒരു മേജർ അടിച്ചിട്ടുണ്ട്. ഇത് പല സംഭവത്തിന്റെ പേര് കേട്ടിട്ടുണ്ട്. ഇത് ഏതാണ് മേജർ? ഏതാ? 2 ആഴ്ച മുമ്പ് ഒരു ജവാൻ മേടിച്ച് വീട്ടിൽ വെച്ചായിരുന്നു. അതിപ്പോ ഇന്ന് നോക്കിയപ്പോ അത് മൂത്ത് മേജറായി. അതിൽ നിന്ന് ഒരെണ്ണം അടിച്ചിട്ടേ എങ്ങ പോകുന്നു. പക്ഷെ എന്നാലും കല്ലിടുന്ന കേസ് അതല്ല. നമുക്ക് കല്ലിടാം. അല്ല കല്ലിടി ഞാൻ ഇടണമെങ്കിൽ ഞാൻ ഇടും. ഞാൻ കല്ലിടാം എങ്കിൽ ഇവിടെ നിർത്തില്ല പൊളിക്കും. ശരി, നീ കല്ലിട്ടോ. ഒരു കൂര ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കല്ലെടുക്കാനായിട്ട്. ആര്? നീ. കല്ലെടുക്ക്. ഓക്കെ, എവിടെ ഇടണ്ടോ? കല്ലിടേണ്ട സ്ഥലം ഇവിടെ അല്ലേ മക്കളെ? ഇവിടെ ആയിരുന്നു അമ്മ പറഞ്ഞതാ. ആദ്യം എന്ന് പറഞ്ഞാലേ ഈ നമ്മുടെ മേശരി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ആദ്യം വന്ന് നോക്കിയപ്പം കല്ലിന്റെ സ്ഥാനം എന്ന് പറഞ്ഞതാണ് ഈ ഭാഗത്തായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ കല്ലിടാന്നാ പറഞ്ഞത്. കല്ലിടാന്ന് പറഞ്ഞപ്പം പറയട്ടെ നമ്മുടെ വീടിന്റെ ദർശനം വരുന്ന കിഴക്കോട്ടായിരിക്കണം. അപ്പൊ പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, എന്നാ പിന്നെ ഇങ്ങനെ വാ, വേണ്ടേ ഈ ഭാഗത്തേക്ക് കല്ലിടാൻ പറഞ്ഞു. ദർശനം ഇവിടോട്ട് വരുമ്പോ ഇവിടെ അപ്പൊ നമ്മൾ അവിടെ വേണ്ട, എന്നാ പിന്നെ പടിഞ്ഞാറ് ദർശനമാക്കി അത് നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാട്ടി ഈ ഭാഗത്ത് കല്ലിടാന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറയുന്നത് കന്നിമൂല എന്ന് പറയുന്നത് ഇവിടാണ്, അപ്പൊ ഇവിടെ വേണം കല്ലിടാൻ. കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ ഇവിടെ കല്ലിട്ട് കഴിഞ്ഞാൽ ഇത് മരണക്കുഴിയാണ്. ഇവിടെ വാഴില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു കുഴി എടുക്കണം. ഇവിടെ കുഴിയോ? ഇവിടെ ഒരു കുഴി. ഞാൻ രമണ എടുത്തു പോയി മമ്മട്ടി കല്ല് താഴെ എഴുതും. നീ എന്നാ പറ്റിക്കണല്ലേ? കല്ല് താഴെ എഴുതുന്ന കാര്യം ഒരു വീടിന്റെ കാര്യമാണ് കേട്ടാ. അമ്മാവ, രമണി അവിടെ ഇല്ല. തൊഴിലുറപ്പിന് പോയെന്ന്. ഒരു കാര്യം, എന്റെ മക്കൾ ഇങ്ങോട്ട് വന്ന് നമുക്കൊന്ന് മാന്തിക്കേ. അതുകൊണ്ടല്ലേ ഇവിടെ കുഴിയെടുക്കട്ടെ, ഇവിടെ വേണം വിടാനേ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലയും വൈബ്രേറ്റ് ചെയ്തത് ഇല്ല, എന്റെ വീട് പൊക്കോടെ ഞാൻ പിടിച്ചോണ്ടിരിക്കും. നിനക്ക് എന്നോട് ഇച്ചിരി ആത്മാർത്ഥ ഉണ്ടോ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ
കല്ലെടുത്ത് പൊക്കി പിടിക്കാന് നശിപ്പിക്കലെടാ നീ. വെച്ചാ പോരായിരുന്നോ? കാറ്റ് നോക്കി ഉണ്ടാക്കി ആ കൊച്ചിനൊരു വീട് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴാണ് നീ പ്രശ്നം ഉണ്ടാക്കണത്. നീ അല്ലാലും മദ്യവെച്ചിട്ട് വന്നിട്ട് നീ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണത്. നിന്നെപ്പോലെ അടിക്കലല്ല ചവിട്ടി കൊല്ലുന്നേ. അമ്മാവാ ഇപ്പൊ ഈ മാന്തി കുഴിക്കകത്ത് എന്തോ ചെയ്യണം? ഒരു കാര്യം ചെയ്യ്, ആ. ഈ കല്ലും അവനെയും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് മൂടാ.